നിങ്ങൾ അള്ളാഹുവിന്റെ കിതാബിലെ ചില കാര്യങ്ങൾ വിശ്വസിക്കുകയാണോ? വേറെ ചില കാര്യങ്ങൾ നിഷേധിക്കുകയുമാണോ? എത്ര സിമ്പിളല്ലേ. ഇഷ്ടമുള്ളതൊക്കെ വിശ്വസിക്കുക, ഇഷ്ടമുള്ളതൊക്കെ വിശ്വസിക്കുക. തട്ടം ഞാൻ ഇടില്ല. ഇസ്ലാമിൽ നിന്ന് ഒരാൾ പുറത്തു പോകാൻ, ഇസ്ലാമിനെ നിഷേധിയാകാൻ ഇസ്ലാമിനെ അങ്ങോട്ട് തള്ളിപ്പറയൊന്നും വേണമെന്നില്ല കേട്ടോ. റസൂലിനെ തള്ളിപ്പറയൊന്നും വേണ്ട. റസൂല് പറഞ്ഞതാണെന്ന് ബോധ്യപ്പെട്ട ഒരക്ഷരം തള്ളിപ്പറഞ്ഞാൽ അവൻ ദീനിൽ നിന്ന് പുറത്താണ്. കാരണം റസൂൽ മെസഞ്ചർ ഓഫ് അല്ലാഹ്, മെസഞ്ചർ ഓഫ് അല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് നീ ഒപ്പിട്ട് കൊടുത്തതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നീ ഒപ്പിട്ടതല്ലേ? നീ ഒപ്പിട്ടിട്ടല്ലേ ദീനിലേക്ക് കയറിയത്? അതാ ചുമ്മാ അങ്ങോട്ട് പറഞ്ഞു പോയതാണോ? ഈ മുദ്രപത്രത്തിൽ എഴുതിയ മുഴുവൻ കാര്യങ്ങളും ഞാൻ അംഗീകരിക്കുന്നു, വള്ളി പുള്ളി വിടാതെ ഞാൻ അംഗീകരിക്കുന്നു എന്നല്ലേ അതിന്റെ താഴെ ഒരാൾ സൈൻ ചെയ്താൽ അതിന്റെ അർത്ഥം? ഒരാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും പറയുന്നതിന് 100% ഞാൻ അംഗീകരിക്കുന്നു എന്നാണ് അതിന്റെ പച്ച മലയാളം. അവനാണ് മുസ്ലിം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മുസ്ലിങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.